شيخنا يا شيخنا شيخنا يا شيخنا شيخنا يا شيخنا شيخ محي الدين قادري സിദ്ദീഖുൽ അക്ബറിൻ പൗത്രനായി കോട്ടാറിൽ നിന്നും വന്നതാ കശ്ഫ് കറാമത്ത് ഏറെയായി ശൈഖ് മുഹിയുദ്ദീൻ ഖാദിരി ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ മഹാനായ സുൽത്താൻ ശൈഖ് മുഹിയുദ്ദീനുൽ ഖാദിരി ശൈഖനാ യാ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന ജൂൺ 27, 28, 29 തീയതികളിൽ മഹത്തായ മുഹറം 1, 2, 3 ദിവസങ്ങളിലായി ആദിക്കാട്ടുകുളങ്ങര ദർഗാ ഷരീഫിൽ മഹാനായ പറക്കും വലിയ ശൈഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്കാ അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ആണ്ടുനേർച്ച ദർഗാ ഷരീഫിൽ നടക്കുകയാണ്. ആ ആണ്ടുനേർച്ചയിലൊക്കെ പങ്കെടുക്കാനും കൂടുവാനുമൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനുഭാവന്റെ ജീവിത ചരിത്രങ്ങളും അവിടുത്തെ കശ്ഫ് കറാമത്തുകളും ഇന്നും മായ്ഞ്ഞു പോകാതെ ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. ആ മഹാനുഭാവന്റെ ജനനവും അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്പം ചരിത്രഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി. കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്ക് ആരാണ് തൈക്കാപ്പ, പറക്കും വലിയ ആരാണ്, അല്ലെങ്കിൽ ആ മഖാമിൽ അന്തിയുറങ്ങുന്നത് ആരാണ്, അതൊന്നും പുതിയ തലമുറകൾക്ക് ഒരുപക്ഷെ അറിയണം എന്നില്ല. തീർച്ചയായും നമ്മൾ ഈ നടത്തുന്ന ഈ ഒരു അവതരണം പുതിയ തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടാകും. തീർച്ചയാണ് അല്ലാഹു തആല നമ്മുടെ പുതിയ തലമുറകളെ അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് സർവ തിന്മകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അല്ലാഹു തആല സദാചാര ബോധത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർക്ക് ദുനിയാവിൽ ഒന്നിനെയും ഭയമില്ല. ആഖിറത്തെക്കുറിച്ച് അവർക്കൊരു വ്യാകുലതയും ഇല്ല. ആഖിറത്തിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, അങ്ങനൊന്നും ഒരു ചിന്ത അവർക്കില്ല. കാരണം അവരുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ അല്ലാഹ് എന്നത് മാത്രമാണ്. അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിലേക്ക് അടുക്കണം, അല്ലാഹുവിൽ ലയിക്കണം. അതാണ് ശരിയായ ഒരു വലിയന്റെ ചിന്തകൾ മുഴുവനും. അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ, അതായിരിക്കും ഔലിയാക്കളുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. തെറ്റുകളോ അല്ലെങ്കിൽ കറാഹത്തുകളോ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുകയില്ല. ഒരു കറാഹത്ത് പോലും അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുകയില്ല. അതാണ് മഹാന്മാരായ ഔലിയാക്കൾ. ഇന്ന് ലോകത്ത് പലരും ഔലിയാ ചമഞ്ഞിരിക്കുന്ന പലരുമുണ്ട്. ഞാൻ ഷെയ്ഖാണ്, ഞാൻ വലിയാണ് എന്നൊക്കെ പറഞ്ഞ് മുക്കുമൂലകളിൽ ഇരിക്കുന്ന കുറെ കള്ളന്മാർ, കപട വേഷധാരികൾ. ഒരു വലിയ പുതപ്പെടുത്ത് തോളത്തിട്ടാൽ തങ്ങളാകും അല്ലെങ്കിൽ വലിയ ഷെയ്ഖാകും എന്ന് കരുതി നടക്കുന്ന ചില കാട്ടുകള്ളന്മാരുണ്ട് നമ്മുടെ നാടുകളിൽ. കാട്ടുകള്ളന്മാർ അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ആളുകളെ പിഴപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ജാലവിദ്യകൾ കാണിച്ച്, മാജിക്കുകൾ കാണിച്ച് ആളുകളെ പറ്റിക്കുകയാണ്. മാജിക് കാണിക്കുന്നവരൊക്കെ ഔലിയാക്കന്മാരാണോ? അത്ഭുതങ്ങൾ കാണിക്കുന്നവരൊക്കെ ഔലിയാക്കന്മാരാണോ?
അല്ലല്ലോ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ, പല മഹാന്മാരും മഹത്തുക്കളും പറഞ്ഞതുപോലെ, ഒരാൾ ആകാശത്തിലൂടെ പറക്കുന്നു എന്ന് കണ്ടാൽ, വെള്ളത്തിലൂടെ നടക്കുന്നു എന്ന് കണ്ടാലും അയാൾ തഖ്വയുള്ളവനാണോ എങ്കിൽ മാത്രമേ അയാൾ ഒരു വലിയാണെന്ന് നിങ്ങൾ വിധി എഴുതാൻ പാടുള്ളൂ. ഇതൊരു തഖ്വയില്ല, നിസ്കാരമില്ല, ഇങ്ങനെ പെണ്ണുങ്ങളുമായി ഔറത്തും മറയ്ക്കാതെ ഇങ്ങനെ ഗ്ലോബൽ വില്ലേജുകൾ കറങ്ങി നടക്കുന്ന ചില കാട്ടുകള്ളന്മാർ, അതുപോലത്തെ ചില ആളുകൾ, ചിലർ പെണ്ണുങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നു, മുആനക കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു, എന്നിട്ട് പറയാം ഞാൻ വലിയാണ്, വലിയ കുത്തുബാൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തട്ടിപ്പിന്റെ ആളുകൾ ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് വരും. നമ്മൾ വെട്ടിൽ വീണു പോകരുത്. നെയ്യപ്പമാണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് നെയ്യപ്പമല്ല, അത് കേവലം വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കിയ ഒരു അപ്പമാണെന്ന് നാം മനസ്സിലാക്കിയാൽ മതി. പേര് നെയ്യപ്പമെന്നാണ്, പക്ഷെ അതിനകത്ത് നെയ്യുണ്ടോ? ഇല്ല. അതിൽ നെയ്യുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ഇന്ന് ചില വ്യാജന്മാർ. അല്ലാഹു തആല അവരുടെ ഷർറുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇതുപോലെ കേവലം ഒരു പുതപ്പെടുത്ത് തോളത്തിട്ട് മുറുക്കാനും മുറുക്കി കഴുത്ത് നിറയെ തസ്ബീഹ് മാലയിട്ട് കയ്യിൽ മുഴുവനും മോതിരങ്ങൾ ധരിച്ച് നടന്ന ഒരാളല്ല. ഇബാദത്ത്, ഇൽമും ഇബാദത്തുമായി ശുഗലായവരാണ്. തൈക്കാപ്പായുടെ ജീവചരിത്രം നോക്കുമ്പോ അവിടുന്ന് ബന്ധപ്പെടാത്ത അറിവിന്റെ മേഖലകളില്ല. ഭൂമിശാസ്ത്രമാണെങ്കിലും ഗോളശാസ്ത്രമാണെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ചും നന്നായി പഠിച്ച് ഗഹനമായി പഠിച്ച് പാണ്ഡിത്യമുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതത്തിലെ ഒരു ദിവസം നടന്ന ഒരു സംഭവം, അവിടുന്ന് ഖൽവത്തിലായി, ഇബാദത്തിലായി, റബ്ബും അവരും തമ്മിൽ മാത്രമായി രഹസ്യ സംഭാഷണം, രഹസ്യമായി നടത്തുന്ന ഇബാദത്ത്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, അതിന് ഖൽവത്ത് എന്നാണ് പറയാ. ഖൽവത്തിലിരിക്കുക, രഹസ്യമായി റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ കഴിച്ചുകൂടുക. അങ്ങനെ ആ ഖൽവത്തിലായി ഇബാദത്തൊക്കെ ചെയ്ത് ബഹുമാനപ്പെട്ടവർ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു മാണിക്യലാല എന്ന് പേരുള്ള ഒരു അമുസ്ലിം, മാണിക്യലാല എന്നാണ് അയാളുടെ പേര്, അമുസ്ലിമാണ്. അയാൾ ആരാണ്? തിരുവിതാംകൂട് രാജാവിന്റെ, തിരുവനന്തപുരം കൊട്ടാരത്തിലെ രാജാവിന്റെ അവിടുത്തെ ഒരു അധ്യാപകനാണ്. അവിടുത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം വന്നിട്ട് ഒരു വല്ലാത്ത സങ്കടം, മഹാനായ പറക്കും വലിയ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ആവലാതി വന്നിട്ട് ബോധിപ്പിക്കുകയാണ്. അമുസ്ലിമാണ്, രാജകൊട്ടാരത്തിൽ നിന്ന് വരികയാണ്. എന്റെ പേര് മാണിക്യലാല, മാണിക്യലാല എന്നാണ് എന്റെ പേര്. ബഹുമാനപ്പെട്ട തൈക്ക അപ്പ അവർകളോട് വന്നിട്ട് പറയുകയാണ്, അല്ലം യൂലദ് ഇലാ 50 വർഷമായി, 50 വർഷമായിട്ട് മക്കളില്ല, കുട്ടികളില്ല. വല്ലാത്ത സങ്കടം. താലിബൻ അൻ യുബശ്ശിറ ബിഗുലാമിൻ ഹസീനിൻ, നല്ല ഒരു കുട്ടി എനിക്കുണ്ടാകണം, അതിനു വേണ്ടി തൈക്ക അപ്പ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിമാണല്ലോ, ദുആരക്കണമെന്ന് പറയാൻ അറിയില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഫഅജാബഹു റഹിമഹുല്ലാഹ് ബഅദ ഹീനിൻ യഹബുകല്ലാഹു ദക്റൻ ബഅദ സീനിൻ. എടോ, നിനക്ക് സീന് കഴിയുമ്പോ അല്ലാഹു നിനക്കൊരു ആൺകുട്ടിനെ തരും. നിനക്ക് സീന് കഴിയുമ്പോ, സീൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണ്? 60. സീൻ എന്ന അക്ഷരത്തിന്റെ എണ്ണം 60ആണ്. അപ്പൊ 60 വയസ്സ് ആകുമ്പോ നിനക്ക് ഒരു ആൺകുട്ടി ജനിക്കും. തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ മനുഷ്യന്റെ മാണിക്യലാല എന്ന് പറയുന്ന ഈ അമുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, പക്ഷെ അങ്ങനെ നിനക്കൊരു ആൺകുട്ടി ജനിക്കുമ്പോ ഫസമ്മിഹി ബിസ്മിൻ മിൻ അസ്മാഇ അഹാലിദ്ദീൻ, എന്റെ പേര് മുഹിയുദ്ദീൻ എന്ന എന്റെ പേര് നിന്റെ ആ കുട്ടിക്കിടണം. 60 വയസ്സാകുമ്പോഴേ കുട്ടി ജനിക്കുള്ളൂ. ജനിക്കുന്നത് ആൺകുട്ടിയാണ്.
ആ കുട്ടിക്ക് എന്റെ പേരാകുന്ന മുഹിയദ്ദീൻ എന്ന പേര് ഇട്ടുകൊടുക്കണം. സുബ്ഹാനല്ലാഹ്. സ്കാനിംഗ് സംവിധാനം ഇല്ല, മുൻകൂട്ടി അറിയാൻ ഒരു മാർഗമില്ലാത്ത കാലമാണ്. ഇവിടെയാണ് ഔലിയാക്കന്മാരുടെ കണ്ണ്, അല്ലാഹു തആല പറഞ്ഞില്ലേ, അവരുടെ കണ്ണ് ഞാനായി മാറും. ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അവരുടെ കയ്യ് ഞാനായി മാറും, കാല് ഞാനായി മാറും, അവരുടെ കണ്ണ് ഞാനായി മാറും. സാധാരണയിൽ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത പലതും ആ കണ്ണുകൊണ്ട് പിന്നെ അവർക്ക് കാണാൻ കഴിയും. മദീനത്തെ പള്ളിയില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുത്ബ ഓതിക്കൊണ്ടിരുന്നപ്പോ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് യുദ്ധത്തിന് വേണ്ടി പോയ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മിമ്പറിന്റെ മുകളിൽ ഖുത്ബ ഓതിക്കൊണ്ട് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ ഖുത്ബയുടെ ഇടയിൽ പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുക, ആളുകളൊക്കെ ഖുത്ബ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുക വെള്ളിയാഴ്ച. അപ്പോ ഖുത്ബയുടെ ഇടയില് ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, സാരിയ, ആ മല, ആ പർവ്വതം നീ ഒന്ന് സൂക്ഷിക്കണേ, ആ പർവ്വതത്തിന്റെ പിന്നിൽ നീ ഒന്ന് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഖുത്ബയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉമർ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അല്ല ഉമർ തങ്ങളെ, ഖുത്ബയുടെ ഇടയിൽ സാരിയാന്റെ പേര് പറഞ്ഞിട്ട് സാരിയ നീ സൂക്ഷിക്കണേ എന്ന് അവിടുന്ന് പറഞ്ഞത് എന്തേ കാര്യം? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, കിലോമീറ്ററുകൾക്കപ്പുറത്ത് സാരിയ എന്ന സ്വഹാബി ഒരു മലയുടെ മുകളിലാണ്. ആ മലയുടെ പിന്നിൽ ശത്രുക്കൾ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നത് ഈ മിമ്പർമേൽ നിന്നുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ്, ഒരു വഹാബിയും നിഷേധിക്കാൻ പറ്റൂല. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഇത്ര ദൂരത്ത് നിന്ന ആ സാരിയ റളിയല്ലാഹു അൻഹുവിനെ, ഈ മൈലുകൾക്കപ്പുറത്തുണ്ടായിരുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞത് ആ കണ്ണ് കറാമത്തിന്റെ കണ്ണായത് കൊണ്ടല്ലേ? ആ കണ്ണിന് അല്ലാഹു തആല മനുഷ്യർക്ക് അതീതമായി അമാനുഷികമായ കഴിവ് കൊടുത്തത് കൊണ്ടല്ലേ? ഇനി മാത്രമല്ല, ആ സാരിയ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. ഇത് കേൾക്കാൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ കേൾവി അന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, മറ്റു ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ല. പിന്നെ എങ്ങനെ കേട്ടു? ആ കാത് റബ്ബായി മാറി, പടച്ചവനായി മാറി. എന്ന് വെച്ചാൽ ആ കാതിന് അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്നതിന്റെയും അപ്പുറത്തെ വലിയ കഴിവ് കൊടുത്തു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതേപോലെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത്, അവരുടെ കണ്ണുകൊണ്ട് യറാ മാല, നമുക്ക് കാണാൻ കഴിയാത്തതൊക്കെ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ, അവർക്ക് അകക്കണ്ണുകളുണ്ട്. ഔലിയാക്കന്മാർക്ക് അകക്കണ്ണുകൾ, ഒരു പ്രത്യേകമായ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന കണ്ണുകൾ. ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മഹാനായ പറക്കും വലിയ ശൈഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു മാണിക്കലാലയോട് പറഞ്ഞു, മാണിക്കലാല, നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോ ഒരു ആൺകുട്ടി ജനിക്കും. ആ കുട്ടിക്ക് നിങ്ങൾ എന്റെ പേര് മുഹിയുദ്ദീൻ എന്ന പേര് വെക്കണം. ഒരു അമുസ്ലിമിനോടാണ് പറയുന്നത്, ഒരു അമുസ്ലിമിനോടാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അയാൾ പോയി സന്തോഷത്തോടെ മടങ്ങി. ഫദഹബ വജഅല യഉദ്ദുൽ അഅവാമ വശുഹൂറ വൽ അസാബിഅ വൽ അയ്യാമ. ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ വർഷവും ഇങ്ങനെ എണ്ണി 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 കാത്തിരുന്നു. 60 തികയാൻ കാത്തിരുന്നു. ഫലമ്മാ തമ്മ മിൻ സമനി ജവാബിഹി, ആ പറഞ്ഞ വയസ്സ് എത്തിയപ്പോ അയാൾക്കൊരു ആൺകുട്ടി ജനിച്ചു. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞ തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സമയം എത്തിയപ്പോ ഇയാൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. ഫസമ്മാഹു ബിമുഹിയുദ്ദീൻ ലാല. അയാൾ എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് മുഹിയുദ്ദീൻ ലാല എന്ന് പേര് വെച്ചു. മാണിക്കലാല എന്ന പിതാവ് തന്റെ മകന് മുഹിയുദ്ദീൻ ലാല എന്ന പേര് വെച്ചു. ഈ ചരിത്രം പറയുന്ന മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഹമാഹുല്ലാഹു കുല്ല സായിലിൻ ഇന്ന ഇഖ്തിതാമ ഇസ്മിഹി ബിലാല.
മുഹിയുദ്ദീൻ ലാല എന്ന പേരിട്ടിട്ട് മുഹിയുദ്ദീൻ എന്ന പേരിന് ശേഷം ലാ ലാ എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ആ മാണിക്യലാലയോട് എത്രയോ ഡോക്ടർമാർ, വൈദ്യന്മാർ പറഞ്ഞു, നിങ്ങൾക്കിനി ഒരിക്കലും കുട്ടി ഉണ്ടാവുകയില്ല, നിങ്ങൾക്കിനി ഒരിക്കലും കുട്ടി ഉണ്ടാവുകയില്ല, നിങ്ങൾ ഇനി അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടോ മരുന്ന് കഴിച്ചിട്ടോ ഒരു കാര്യമില്ല, ഉണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാര്, വൈദ്യന്മാര് പറഞ്ഞു. കഅന്നഹു ഖീല അൽ വലദു ലാ ലാ, ലാ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ലാ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മറുപടിയായി ഫജഅല റഹിമഹുല്ലാഹ് ലാ അസാനിയത നാഫിയത്തൽ ഊലാ, രണ്ട് ലായാണല്ലോ, ഉണ്ടാവുകയില്ല, ഇല്ല ഇല്ല എന്ന രണ്ട് ലായാണല്ലോ. അതിലെ ആദ്യത്തെ ലാ എന്ന വാക്ക് അഥവാ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് അത് അസംഭവ്യമാണ്, അത് കള്ളമാണ്, ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന അർത്ഥത്തിലാണ് ലാ ലാ എന്ന് രണ്ട് തവണ ലാ ഇട്ട് മുഹിയുദ്ദീൻ ലാല എന്ന ആ പേര് ചേർത്ത് ആ കുഞ്ഞിനെ വിളിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നിങ്ങൾ നോക്ക്, ആദിക്കാട്ടുകുളങ്ങര ദർഗാ ഷരീഫില് 100 കണക്കിന് സിയാറത്തിന് ആളുകൾ വരുമ്പോ അതിൽ അധികവും മക്കളില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എത്രയോ ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിലും കള്ളമന്ത്രവാദികൾക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ ആകെ പാപ്പർ സൂട്ടാകുമ്പോ ലാസ്റ്റ് 10 രൂപയുടെ ഒരു ചന്ദനത്തിരിയുമായി മഹാനായ പറക്കും വലിയ ശൈഖ് മുഹിയുദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിലേക്ക് വന്ന് സിയാറത്ത് ചെയ്ത് ദുആഇറന്ന് പോകുമ്പോ എത്ര ആളുകൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടെന്നറിയോ? എത്ര ആളുകൾ. അനുഭവം പറയാൻ ഇവിടെ ഓരോരുത്തരെ അനുഭവം പറയാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന പലരുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നും ആ മഖാമിലേക്ക് ആളുകൾ ഒഴുകുന്നത്, ഇന്നും അവിടുത്തെ വഫാത്തായി ഇത്ര വർഷമായിട്ടും അവിടുത്തെ കറാമത്ത് ഒരിക്കലും മരണപ്പെട്ടു പോയിട്ടില്ല. തൈക്ക അപ്പായുടെ കറാമത്ത് നിലച്ചു പോയിട്ടില്ല, അതിന്നും നിലനിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ സ്വാലിഹീങ്ങളായ നല്ല മുത്തഖീങ്ങളായ മക്കളെ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനുഭാവനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിഹഖി സയ്യിദിനാ വ നബിയിനാ മുസ്തഫ